പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈസ്റ്റർ സുദിനമാണ്. 2026 അനുഗ്രഹീതമായ ഈസ്റ്റർ ദിനത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളും മംഗളങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾക്കെല്ലാവർക്കും അട്ടപ്പാടി റൂഹ മൗണ്ട് ദേറയിൽ നിന്ന്, റൂഹ മൗണ്ട് ആശ്രമത്തിൽ നിന്ന് സ്നേഹപൂർവം നിങ്ങൾക്ക് അർപ്പിക്കുന്നു. ദൈവം നിങ്ങളുടെ മേൽ സമൃദ്ധമായി കൃപാവരങ്ങൾ വർഷിക്കട്ടെ. കർത്താവിൻ്റെ ഉത്ഥാന തിരുനാൾ ദിവസം തന്നെ നിങ്ങളോട് ഈ ഒരു സുവിശേഷ ദൂത് നൽകാൻ ദൈവം എന്നെ വിളിച്ചതിനെ ഓർത്ത് ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഒരുപാട് നന്ദി പറയുകയും എൻ്റെ കർത്താവിൻ്റെ ഈ ഒരു ശുശ്രൂഷയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്യുകയാണ്. എനിക്കതൊരു ശക്തമായൊരു പ്രചോദനം. എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച പറ്റുന്നിടത്തോളം മുടങ്ങാതെ നിങ്ങളുടെ ഈ ഒരു അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ ഈ ഒരു കാര്യത്തിന് ക്രമമായി വരണമെന്ന് ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ശക്തമായൊരു പ്രചോദനം ലഭിക്കുകയാണ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാ കുടുംബങ്ങളിലും ഈ അഭിഷേകാഗ്നിക്ക് വേണ്ടി ശനിയാഴ്ച തോറും ചെയ്തുകൊണ്ടിരുന്ന പ്രാർത്ഥന അത് ശക്തിപ്പെടുത്തണം. ചെയ്യാത്തവർ പുതിയതായിട്ട് കേൾക്കുന്നവർ എല്ലാ ശനിയാഴ്ച ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിച്ച് ഒന്ന് മധ്യസ്ഥ അപേക്ഷിക്കണമെന്നും ഉപവാസം എടുക്കണമെന്നും ഞാൻ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇത് ഒരുപാട്, ഈ പ്രാർത്ഥന ഒരുപാട് ഞങ്ങളെ സഹായിക്കും, ശുശ്രൂഷകരെ സഹായിക്കും, തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. നല്ല സ്വരത്തിൽ നിങ്ങൾ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാ കുട്ടികളെയും ഈ ഈസ്റ്റർ ദിനത്തിൽ സന്തോഷപൂർവ്വം ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുകയാണ്. കുടുംബങ്ങളെല്ലാം ക്ഷണിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം സങ്കീർത്തന പുസ്തകത്തിൽ 42-ാം അധ്യായത്തിലെ 3-ാം തിരുലിഖിതമാണ്. രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി, എവിടെ നിൻ്റെ ദൈവം? രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി, എവിടെ നിൻ്റെ ദൈവം? നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഒരുക്കാം. ഈ വചന ശുശ്രൂഷ നടക്കുമ്പോൾ കർത്താവ് സ്വർഗരാജ്യത്തിൻ്റെ ദൂത് നൽകുക മാത്രമല്ല, പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേക രോഗികളെ അവിടെ നിന്ന് സുഖപ്പെടുത്തും, അനേകം കുട്ടികളെ അവിടെ നിന്ന് അനുഗ്രഹിക്കും, അനേകം കുടുംബങ്ങൾ സാമ്പത്തിക ബന്ധനങ്ങൾ മാറ്റും, ജോലിയുടെ തടസ്സങ്ങളിൽ ദൈവം അത്ഭുതമായി ഇടപെടും, രോഗങ്ങൾ മാറിയ ഒരു അനുഭവം ഇപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. ഞങ്ങൾ എറണാകുളം ജില്ലയിലെ വൈറ്റില ഇളംകുളം ചെറുപുഷ്പം ഇടവകയിൽ നിന്ന് 23 വർഷത്തോളമായി ചേട്ടന് അലർജി സംബന്ധമായി ത്വക്ക് രോഗമുണ്ടായിരുന്നു. 23 വർഷമായി അലർജി സംബന്ധമായി ത്വക്ക് രോഗം നിമിത്തം ഈ ചേട്ടൻ കഷ്ടപ്പെടുകയായിരുന്നു. എപ്പോഴും ചൊറിച്ചിലും തിണർത്ത് വന്നും ചിലപ്പോൾ അത് പൊട്ടിയൊലിക്കും. പലതരത്തിലുള്ള ചികിത്സാ രീതികൾ നോക്കി, ഇംഗ്ലീഷ്, ആയുർവേദം, ഹോമിയോ എല്ലാം നോക്കി, പക്ഷെ ഒന്നും ഫലിക്കുന്നുണ്ടായിരുന്നില്ല. ആയുർവേദം, അലോപ്പതി, വൈദ്യം, ചികിത്സ, വല്ല വെച്ചുകെട്ടൽ, അഴിച്ച് തിരുമ്മൽ, കൊഴിക്കൽ എല്ലാം നോക്കി, സർവ്വവിധ ചികിത്സകളും നോക്കി 23 വർഷം കൊണ്ട്
തലകുത്തി മറിഞ്ഞ് നോക്കിയിട്ട് പരാജയപ്പെട്ട് ഒരു കാര്യത്തിലും സൗഖ്യം ഉണ്ടാകണില്ല. ചെറിയ രീതിയിൽ ആരംഭിച്ചതാണ്. വർഷങ്ങൾ കഴിയുന്നോറും അത് കൂടി വന്നുകൊണ്ടിരുന്നു. ഒരു മരുന്ന് നമ്മൾ കഴിക്കുമ്പോൾ അപ്പോൾ നമ്മൾ കരുതും ഇപ്പം മാറിയല്ലോ എന്ന് കരുതും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അതിന് ശക്തമായിട്ട് വേറൊരു തരത്തിൽ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്ന് കയ്യിലും കാലൊക്കെ പൊട്ടി ഇങ്ങനെ ഈ കഴിഞ്ഞ വർഷം ഇപ്പം ഡിസംബറൊക്കെ ആയപ്പോൾ ഭയങ്കര സഹിക്കാൻ പറ്റാത്ത ഉറക്കമില്ലാതെ അത്രയും വിഷമിച്ചു ഭയങ്കരമായിട്ട്. പൊട്ടി ഒഴുകി സഹിക്കാൻ പറ്റുന്നത് പൊട്ടി ഒഴുകിയിട്ട് രാത്രി ഉറങ്ങാൻ പറ്റാത്ത പോലെ ഇതുപോലെ നോക്കി അതുപോലെ പുറത്തും കൈമുട്ടിലും കാൽമുട്ടിലും എല്ലാം ഇതുപോലെ ഇതായി. കൈ കണ്ടോ. അത് ഓരോ ചികിത്സ നടത്തുമ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു, കൂടി വന്നുകൊണ്ടിരുന്നു. പിന്നെ അഭിഷേകാഗ്നി കാണുമായിരുന്നു, ഞങ്ങൾ കാണുമായിരുന്നു. ചേട്ടൻ പുറയിൽ വന്നിരിക്കും, പക്ഷേ കൈ ഒന്നും ഉയർത്തിപ്പിടിച്ച് അങ്ങനെ പ്രാർത്ഥിക്കില്ലായിരുന്നു. കാണും കൂടും അത്രേ ഉള്ളൂ. പള്ളിയിലൊക്കെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ബാക്കി എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും പോകുമായിരുന്നു. അഭിഷേകാഗ്നി കാണുമെങ്കിലും കൈ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞങ്ങളത് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം ചേട്ടൻ്റെ അമ്മ പറഞ്ഞ് ഇത് നിങ്ങൾ അഭിഷേകാഗ്നിയിൽ എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, 9 പ്രാവശ്യം 9 ആഴ്ച മുടങ്ങാതെ കാണുക, ഇതോടെ നിൻ്റെ അസുഖങ്ങളെല്ലാം മാറും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഒരു 9 ആഴ്ച മുടങ്ങാതെ അഭിഷേകാഗ്നി നേർച്ച നേർന്നു. ഞങ്ങൾ കുടുംബമായിട്ട് എല്ലാവരും കൂടെ കൂടി 9 ആഴ്ച മുടങ്ങാതെ ഇത് കാണും. ഒരൊറ്റ ഒരു നേർച്ചയാണ്. 9 ആഴ്ച മാറുമ്പോൾ ഈ ഒരു ഒരു 23 വർഷമായി ഒഴിയാത്ത ഈ ഒരു തീരാവ്യാധി കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം, ഈ ചേട്ടൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകണമെന്ന് പറഞ്ഞ് അമ്മ ഒരു നേർച്ച നേർന്ന് ഇവരെല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞങ്ങളപ്പോൾ മുടങ്ങാതെ അഭിഷേകാഗ്നി കാണുമായിരുന്നു. അപ്പോൾ ഇപ്പം ഒരു അസുഖവും ഇല്ല, എല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ചെറിയൊരു അടയാളം മാത്രമേ ഉള്ളൂ, അത് നമ്മൾ മറന്നു പോയതല്ലോ ദൈവത്തെ. അതുകൊണ്ട് അതൊരു ചെറിയ അടയാളമായിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാം മാറിയിട്ടുണ്ട്. അതിന് സാക്ഷ്യം പറയാൻ വന്നതാണ്. കംപ്ലീറ്റ് മാറി അല്ലേ? 9 ആഴ്ച കഴിഞ്ഞോടുകൂടി കംപ്ലീറ്റ് മാറി അല്ലേ? എല്ലാം മാറിയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അച്ഛപ്പോൾ 2 മാസത്തോളമായി അച്ഛൻ പൂർണ്ണമായിട്ടും ഇത് സുഖം കിട്ടിയിട്ട്. ഇവരുടെ അമ്മയാണ് ആ ചേട്ടനോട് മോനോട് പറഞ്ഞത്, മോനെ നീ അഭിഷേകിനെ കാണുമ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ചേട്ടൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കില്ല, കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറയുമ്പോൾ കരങ്ങൾ ഉയർത്തില്ല, പിന്നിൽ വന്നിരിക്കുള്ളൂ. 9 ആഴ്ച നേർച്ച നേർന്ന് പ്രാർത്ഥിച്ച് അത്ഭുതം എന്ന് പറയട്ടെ. ആ 9ാമത്തെ ആഴ്ച കഴിയുന്നതോടുകൂടി പിന്നിൽ നിന്ന് ഈ ബാക്ക് വശത്തുണ്ടായിരുന്ന എല്ലാ അലർജികളും മാറി. അതിനുശേഷം കൈകളിലുള്ള എല്ലാ അലർജി രോഗങ്ങളും പൂർണ്ണമായിട്ടും മാറി. അലർജി പുറത്തൊക്കെ ഉണ്ടായിരുന്നില്ല. എങ്ങനെ ആ അലർജിയുടെ ഇതാണ്ട് എൻ്റെ ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട് ഇങ്ങനെ കൈയൊക്കെ നോക്കി പുറത്തൊക്കെ നിറച്ചുണ്ടായിരുന്നത്, അങ്ങനെ പൊട്ടി ഒഴുകുന്ന അവസ്ഥയായിരുന്നത്. അത് ഉണങ്ങിയിരിക്കുമ്പോഴാണ് ഈ കാണുന്നത്. ഇനി അടുത്തതുണ്ട് കൈയുടെ ഇടയൊക്കെ ഉണ്ട്. ഇത് നോക്കിയാൽ കൈയൊക്കെ കണ്ടോ. ശരിക്കും ഈശോ ഇപ്പോൾ കംപ്ലീറ്റ് മാറ്റി. ഇത് കൈ പരിപൂർണമായിട്ട് കംപ്ലീറ്റ് മാറിയ കൈകളായിട്ട് ചേട്ടന് എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ചെറിയൊരു പാട് മാത്രം, അതുപോലെ കർത്താവ് മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ പ്രകടമായൊരു ദൈവിക ഇടപെടൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ സംഭവിക്കാൻ ആഗ്രഹിക്കുക. തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. ദൈവം ഇടപെടുക. ദൈവം വരുന്ന സമയമാണിത്. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാലോ? കുട്ടികളെ ചാടി എഴുന്നേക്ക് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ഒരു സ്നേഹം കരകവിഞ്ഞൊഴുകുന്ന സമയമാണിത്. എത്രമാത്രം സ്നേഹിച്ച് സ്തുതിക്കാമോ അത്രയും സ്നേഹിച്ച് സ്തുതിക്കണം. അനേക ലോകം മുഴുവൻ ഇന്ന് ഉത്ഥാനം ചെയ്ത കർത്താവിനെ ആരാധിക്കുകയാണ്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ആരാധിക്കുകയാണ്. നമ്മളും ആരാധനയോട് ചേരുകയാണ്. ലോകം മുഴുവൻ അർപ്പിക്കപ്പെട്ട വിശുദ്ധ പ്രഭാതങ്ങളോട് ചേരുകയാണ്. കർത്താവിന്റെ ഉത്ഥാനത്തിൽ സന്തോഷിക്കുന്ന ജനതകളോട് ചേരുകയാണ്. സർവ്വ സൃഷ്ടജാലങ്ങളോടൊപ്പം ചേരുകയാണ്. സഭാ സമൂഹങ്ങളോട് ചേരുകയാണ്. മരിച്ചുപോയി വിശുദ്ധരായി സ്വർഗത്തിരിക്കുന്നവരോട് ചേരുകയാണ്. എല്ലാ സ്വർഗവാസികളോട് ഒന്നിച്ച് ആരാധിക്കുകയാണ്. മാലാഖ ബീഭങ്ങളോട് ചേർന്ന് ആരാധിക്കുകയാണ്. കൈകൾ ഉയർത്തി സ്തുതിക്കുന്നു. മരണത്തെ ജയിച്ചെഴുന്നേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കല്ലറ വിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവേ, കൈകൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു.
കുടുംബങ്ങളിലേക്ക് അത്ഭുതങ്ങൾ വർഷിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുമാറി പോകട്ടെ. മന്ദത മാറട്ടെ. സ്നേഹത്തിന് നടനങ്ങൾ മാറട്ടെ. കല്ലുപോലെ ഹൃദയങ്ങൾ മാംസമായി തീരട്ടെ. വിശ്വാസം നഷ്ടപ്പെടുന്ന വിശ്വാസക്രമ ലഭിക്കട്ടെ. അവിശ്വാസ പീഡകൾ വിട്ടുപോകട്ടെ. നിരീശ്വര ചിന്തകളെ ശാസിക്കുന്നു. ചിന്തകളെ ശാസിക്കുന്നു. പാപ അടിമത്തങ്ങൾ വിട്ടുമാറട്ടെ. മദ്യപാനത്തിന്റെ ബന്ധനങ്ങൾ തകരട്ടെ. മയക്കുമരുന്ന് അടിമത്തങ്ങൾ തകരട്ടെ. കർത്താവിന്റെ ശക്തിയാൽ പാപത്തിന്റെ ചങ്ങലകൾ പൊട്ടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ രക്ഷകനേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചുയർന്നെഴുത്ത ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, ഉത്ഥാനം ചെയ്ത രക്ഷിതാവേ, ഉത്തിതനായി ഇന്ന് ഞങ്ങളുടെ കൂടെ വസിക്കുന്നവനെ, സഞ്ചരിക്കുന്നവനെ, നയിക്കുന്നവനെ ഞങ്ങൾ അങ്ങേ ഹൃദയം കൊണ്ട് തൊട്ട് ആരാധിക്കുന്നു. അങ്ങയുടെ കാൽപാദത്തിൽ ജീവിതങ്ങൾ അർപ്പിച്ച് ആരാധിക്കുന്നു. ഈ കുടുംബങ്ങളിലേക്ക് ഇന്ന് മഹത്വത്തോടെ വരണമേ. കം വിത്ത് യുവർ ഗ്ലോറി, ഓ ലോർഡ്, വിത്ത് യുവർ മൈറ്റി അനോയിന്റിംഗ്, വിത്ത് യുവർ മൈറ്റി ഗ്ലോറി. ഇപ്പോൾ ഞങ്ങളുടെ മേൽ അങ്ങ് ഉദിക്കണമേ. അന്ധകാരങ്ങൾ നീങ്ങട്ടെ കർത്താവേ. നിരാശകൾ നീങ്ങട്ടെ കർത്താവേ. ഭാരങ്ങൾ നീങ്ങട്ടെ കർത്താവേ. വിഷാദങ്ങൾ നീങ്ങട്ടെ കർത്താവേ. പാപബന്ധനങ്ങൾ തകരട്ടെ കർത്താവേ. അങ്ങ് ഞങ്ങളിൽ ഉദിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. ഓരോ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കുന്നു, കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്നു. ദൈവമേ, രോഗികളെ പ്രത്യേകം അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു. വലിയ സൗഖ്യശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഈശോയെ ആരാധന. Praise the Lord. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ട ദൈവമക്കളെ, രാപകൽ കണ്ണീർ എൻ്റെ ഭക്ഷണമായി. നിന്റെ ദൈവം എവിടെ? ഈ ഒരു വചനഭാഗം സങ്കീർത്തനം 42:3 നമ്മൾ വായിക്കുന്നത്. നിന്റെ ദൈവം എവിടെയെന്ന് ഓരോരുത്തർ എന്നോട് നിരന്തരം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവ പൈതലിൻ്റെ വലിയ വേദന എന്താണ്? ഈ ദൈവ പൈതലിൻ്റെ വലിയ വേദന, ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ദൈവ പൈതലാണ്, പക്ഷേ ദൈവം എൻ്റെ കൂടെ കാണാനില്ല. ഞാനിങ്ങനെ ജീവിക്കുകയാണ്, ഞാനിങ്ങനെ എല്ലാ വെള്ളരിക്കാത്തോട്ടത്തിലെ ഉപയോഗശൂന്യമായ പൊട്ടപാത്രം പോലെ ഇങ്ങനെ ജനതകളുടെ ഇരിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തി, ദൈവം എൻ്റെ കൂടെ സഞ്ചരിക്കുന്നത് മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്ക് തന്നെ ഒരു അനുഭവമില്ല. ഞാനിങ്ങനെ മുരടിച്ചിരിക്കുകയാണ്, ഞാനിങ്ങനെ മന്ദിച്ചിരിക്കുകയാണ്, ഞാനിങ്ങനെ മന്ദോഷനായി കിടക്കുകയാണ്. ഞാനിങ്ങനെ കർത്താവ് പറഞ്ഞതുപോലെ ചൂടോ തണുപ്പോ ഇല്ലാത്തവനായി ഇങ്ങനെ 10, 30, 40, 50, 60, 70, 80, 90 വർഷങ്ങളായിട്ട് ഭൂമിക്ക് പുറത്തിരിക്കുകയാണ്. ഞാനൊരു വിശ്വാസിയാണ്, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ പള്ളിയിൽ പോകുന്നവനാണ്, ഞാൻ കുർബാനയ്ക്ക് പോകുന്നവനാണ്. പക്ഷേ ഞാനിങ്ങനെ വന്ദിച്ചു പോയ വെള്ളരിക്കാത്തോട്ടത്തിൽ ഒരു പൊട്ടപ്പാത്രം പോലെ ഇരിക്കുകയാണ് ജനതകളുടെ നടുവിൽ. യേശുവിൻ്റെ കാര്യവും യേശുവിൻ്റെ പേരൊക്കെ ഉണ്ട്, ക്രിസ്ത്യാനിയുടെ പേരൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത്? ഒരൊറ്റ കാരണമേ ഉള്ളൂ. നമ്മുടെ കർത്താവിന് വേണ്ടി മുഴുവൻ ശക്തിയോടെ നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കാൻ ഉത്സാഹിച്ചിട്ടില്ല. മുഴുവൻ ശക്തിയോടെ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹത്തെ പ്രതി പാപത്തെ വെറുത്തുപേക്ഷിച്ചിട്ടില്ല. നമ്മൾ ഇന്നിങ്ങനെ ആയിപ്പോയി. ഇന്ന് നമ്മൾ ഈ ഉത്ഥാനത്തിൻ്റെ തിരുനാൾ ദിവസം നമ്മളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 1 തൊട്ട് 7 വരെയുള്ള തിരുവചനങ്ങൾ ആദ്യമായി തന്നെ നമ്മൾ പരിചിന്തനത്തിലെടുക്കുകയാണ്. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശമയോൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നല്ലോ,
നമ്മുടെ കർത്താവിനെ കാണാനില്ല. കർത്താവിനെ അവർ കല്ലറയിൽ നിന്നും എടുത്തു മാറ്റിയിരിക്കുന്നു. എന്നാൽ അവർ അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോടുകൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു. എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ച് ഒരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ കുരിശുമരണം കഴിഞ്ഞു. തലയോടിടമെന്നറിയപ്പെടുന്ന ഗോൽഗോത്തായിൽ കുരിശിൽ തറച്ച് യഹൂദന്മാർ ഈശോയെ കുരിശിൽ തറച്ച് കൊന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതിനുശേഷം അവർ ശരീരം അടക്കം ചെയ്യപ്പെട്ടു. പിന്നെ സാബത്താണ്. പിന്നെ ആരും പുറത്തിറങ്ങിയിട്ടില്ല. ഇവരെല്ലാവരും ഓരോ സ്ഥലങ്ങളിലാണ്. ശിഷ്യന്മാരും യേശുവിനെ സ്നേഹിച്ചിരുന്നവരും യേശുവിനെ വെറുത്തിരുന്നവരും എല്ലാവരും സാബത്ത് ആചരിച്ചു. അതിനുശേഷം ആഴ്ചയുടെ ആദ്യ ദിവസം എത്തിയിരിക്കുകയാണ്. നേരം വെളുത്തിട്ടില്ല, വെളിച്ചം വന്നിട്ടില്ല, ഇരുട്ട് തന്നെയാണ്. പരിപരാ വെളുത്ത് വരുന്നേ ഉള്ളൂ. അപ്പോഴേക്കും ഇതാ മഗ്ദലന മറിയം ആരെയും കാത്തു നിന്നില്ല. യേശുവിൻ്റെ കല്ലറ സ്ഥിതി ചെയ്തിരുന്ന ആ തോട്ടത്തിലേക്ക് പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഒരു സ്ത്രീയാണ്, ഒരു യഹൂദ സ്ത്രീയാണ്. ഒരു പേടിയില്ല, അങ്ങോട്ട് നേരെ പോവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് ഈശോ മരിച്ചടക്കം ചെയ്ത കല്ലറയുടെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എന്ത് ചെയ്യാനാണ്? അവിടെ ചെന്ന് എന്ത് ചെയ്യും? അവിടെ ആരെങ്കിലും സഹായിക്കും? ഇതൊന്നും മനസ്സിൽ ചിന്തയില്ല. സ്നേഹമുണ്ടെങ്കിൽ മറ്റൊരു ചിന്തയില്ല. ഇതാ കല്ലറയിൽ യേശുവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് ഈ മഗ്ദലന മറിയത്തിന് ഹൃദയഭേദകമായൊരു കാഴ്ച. നമ്മുടെ കർത്താവിൻ്റെ കല്ലറ അതിതാ ഒഴിഞ്ഞു കിടക്കുന്നു. കർത്താവിനെ കാണാനില്ല, ശരീരം അവിടെ ഇല്ല, കല്ലറ തുറന്നു കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് യാതൊരു ഗ്രാഹ്യവും കിട്ടാതെ മഗ്ദലന മറിയം. ഇന്ന് നമുക്കൊരു പ്രശ്നം വരാത്തതിന് കാരണം എന്താ? നമ്മളിതെല്ലാം വായിച്ചതെല്ലാം നമുക്കെല്ലാം മനസ്സിലായതുകൊണ്ട് നമുക്ക് കൂളായിട്ടിരിക്കാം. എന്നാൽ മഗ്ദലന മറിയത്തിൻ്റെ സ്ഥിതി അതല്ല, ഒരു ഗ്രാഹ്യവുമില്ല. എന്ത് സംഭവിച്ചു? കള്ളന്മാർ കൊണ്ടുപോയോ? അല്ലെങ്കിൽ പട്ടാളക്കാർ വന്ന് അവൻ്റെ ശരീരം പോലും എടുത്ത് നശിപ്പിച്ച് കളഞ്ഞോ? അവനെ അപമാനിച്ചോ? മൃതദേഹത്തെ പോലും ഉപദ്രവിക്കാൻ തുടങ്ങിയോ? എന്താണ് സ്ഥിതി? അപ്പോൾ മഗ്ദലന മറിയത്തിന് ഒന്നും അറിഞ്ഞുകൂടാ. അവൾ പാനിക്കായി, അവൾ വിഷമിച്ചു, സങ്കടപ്പെട്ടു, കരഞ്ഞു, നിലവിളിച്ചു, ഒരുപാട് വ്യഥയുണ്ടായി. അവൾ ഓടി. അപ്പോൾ തന്നെ അവൾ ഓടി. ശിഷ്യന്മാരോട് പറഞ്ഞു, നമ്മുടെ കർത്താവിനെ കാണാനില്ല, നമ്മുടെ കർത്താവിനെ കാണാനില്ല. ഇത് കേട്ടപാടെ കേൾക്കാതെ ശിഷ്യന്മാർ ഓടി വന്നു. അവരെല്ലാം നോക്കി കണ്ട് ബോധ്യപ്പെട്ടു, കല്ലറയിൽ കർത്താവില്ല. എന്ത് സംഭവിച്ചത് ആർക്കും അറിവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശിമയോൻ പത്രോസും കൂടെ വന്ന ശിഷ്യനെല്ലാം ഇതെല്ലാം കണ്ട് വലിയ വേദനയുണ്ടായി, വലിയ സങ്കടം ഉണ്ടായി. അവരെല്ലാവരും തിരിച്ചു പോയി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നാൽ മഗ്ദലന മറിയം അവൾ പോയില്ല. അവൾ അവിടെ തന്നെ നിന്നു. അവൾ അവിടെ കരഞ്ഞുകൊണ്ട് ആ കല്ലറയിങ്കൽ തന്നെ അവൾ നിന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ 11 തൊട്ട് 13 വരെ വാക്യങ്ങൾ. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുനിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. കല്ലറയുടെ ഉള്ളിലേക്ക് കുനിഞ്ഞു നോക്കിക്കൊണ്ടേയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയൊരു വേദനയാണ്. യേശുവിനെ കാണാനില്ല. ആ യേശുവിനെ കാണാത്ത ദുഃഖത്തിൽ മറിയം വാവിട്ട് നിലവിളിക്കുകയാണ്. വലിയ വേദനിച്ച് തേങ്ങി കരയുകയാണ്. സങ്കടമടക്കാൻ പറ്റുന്നില്ല. എൻ്റെ കർത്താവിന് എന്ത് സംഭവിച്ചു? ആരാണ് ഇതൊക്കെ ചെയ്തത്? എന്തോ ക്രൂരകൃത്യമാണല്ലോ നടന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ഡെഡ് ബോഡിയെ പോലും അവർ വെറുതെ വിടുന്നില്ലല്ലോ. സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കല്ലറയിലേക്ക് നോക്കും, വീണ്ടും കരയും, വീണ്ടും കല്ലറയിലേക്ക് നോക്കും, വീണ്ടും കരയും, വീണ്ടും കല്ലറയിലേക്ക് നോക്കും. അവൾ കരഞ്ഞുകൊണ്ടേയിരുന്നു, കുനിഞ്ഞ് കല്ലറയിലേക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. സ്നേഹമാണ് സഹോദരങ്ങളെ, സ്നേഹമാണ്. അവിടെ നിൽക്കുകയാണ്. ഒരന്തം പിടിയില്ല. എന്ത് ചെയ്യും അറിഞ്ഞുകൂടാ. ആരുടെ അടുത്തേക്ക് പോകും അറിഞ്ഞുകൂടാ. ഇനി എന്താണ് സംഭവിക്കാൻ പോകണം അറിഞ്ഞുകൂടാ. ഇനി ശത്രുക്കൾ പതിയിരിപ്പുണ്ടോ അറിഞ്ഞുകൂടാ. സ്നേഹമാണ്. അവിടെ നിൽക്കുകയാണ്. വരുംവരായിക നോക്കുന്നില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഇത് അടുത്തത് തുടർന്ന് വായിച്ചു നോക്കിയേ. വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയേ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു,
എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ട് പോയി. അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രിയ സഹോദരങ്ങൾ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ മഗ്ദലന മറിയത്തിൻ്റെ 100% ചിന്തയാണ് പറയണത്. എൻ്റെ കർത്താവിൻ്റെ കല്ലറ അവർ തകർത്തു, എൻ്റെ കർത്താവിൻ്റെ ഡെഡ് ബോഡി അവർ എടുത്തുകൊണ്ടും പോയി. ശത്രുക്കളാണ് കൊണ്ടുപോയിരിക്കുന്നത്. ആരാണ് അവർ എന്നാണ് പറയണത്? അതായത് ഈശോയെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടവരല്ല, ഈശോയെ വെറുത്തിരുന്നവർ ആ ഡെഡ് ബോഡിയെ പോലും വെറുതെ വിടുന്നില്ലല്ലോ. വേദനയും കരച്ചിലുമാണ്. അപ്പോൾ ഈ ആദ്യം കണ്ട ഇവരോട് പറയുകയാണ്, ആ 2 പുരുഷന്മാർ, ആ 2 വെള്ളവസ്ത്രധാരികൾ സ്വർഗത്തിൽ നിന്ന് വന്നവരാണ്, ശക്തിയുള്ളവരാണ്, വലിയ തേജസ്വികളാണ്. അവരെ ഒന്നും പേടിയില്ല. ഈ മഗ്ദലന മറിയത്തിൻ്റെ മനസ്സിൽ ഈശോ മാത്രം, ഈശോ 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 മാത്രം പറയണം. എൻ്റെ കർത്താവിനെ കാണാനില്ല, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, എൻ്റെ കർത്താവിനെ അവർ വെച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കരയുകയാണ്, കരയുന്നു, പറയുന്നു, കരയുന്നു, നോക്കുന്നു, കരയുന്നു, വേദനിക്കുന്നു. കർത്താവിൻ്റെ ആ സ്നേഹം നിറഞ്ഞ ഹൃദയം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദൂതന്മാർ അവളോട് സംസാരിച്ചു. പക്ഷേ ആ സംസാരം കൊണ്ടൊന്നും അവളെ സംതൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. തുടർന്നുള്ള വചനത്തിൽ നോക്കിക്കേ. തുടർന്ന് നമ്മൾ എന്താണ് കാണുന്നത്? 20-ാം അധ്യായത്തിൽ 14-ാമത്തെയും 15-ാമത്തെയും തിരുലിഖിതം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 14-ഉം 15-ഉം തിരുലിഖിതങ്ങൾ. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയേ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ, പ്രഭോ, ഞാൻ വലിയ ദുഃഖത്തിലാണ്, എൻ്റെ കർത്താവിനെ കാണാനില്ല. പ്രഭോ, അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയതെങ്കിൽ എവിടെ വെച്ചു എന്ന് പറയുക, ഞാൻ വന്ന് അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എൻ്റെ കർത്താവിനെ എനിക്ക് വേണം, എൻ്റെ കർത്താവിനെ അങ്ങനെ എടുത്തുകൊണ്ട് പോകരുത്, എനിക്ക് എൻ്റെ കർത്താവിനെ തിരികെ വേണം. ഇതാ ഇവള് കാണുന്നവരോടെല്ലാം ഇത് തന്നെയാണ് പറയണത്. ഇവളുടെ മനസ്സിൽ ഒരൊറ്റ വികാരമേ ഉള്ളൂ, ഒരൊറ്റ ചിന്തയേ ഉള്ളൂ, ഒരൊറ്റ ജീവനേ ഉള്ളൂ, ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എൻ്റെ കർത്താവിനെ കാണാനില്ല, എൻ്റെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി, എൻ്റെ കർത്താവിനെ എവിടെ വെച്ചു എന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ കർത്താവിനെ എവിടെയാണെന്ന് പറയുക. എല്ലാവരോടും പറയണതാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങളൊരു ക്രിസ്ത്യാനിയുടെ എത്ര കാലമായി? നിങ്ങൾ ആരോടൊക്കെ പറഞ്ഞു എൻ്റെ കർത്താവിനെ കാണും, എൻ്റെ കർത്താവിനെ എവിടെ കാണും, എൻ്റെ കർത്താവിനെ എങ്ങനെ കിട്ടും, എൻ്റെ കർത്താവിനെ എനിക്ക് കാണണം, എൻ്റെ കർത്താവിനെ എനിക്ക് കിട്ടുന്നില്ല. എനിക്ക് വേദനിക്കുന്നവർ എത്ര പേരുണ്ട്, കരയുന്നവർ എത്ര പേരുണ്ട്, സങ്കടപ്പെടുന്നവർ എത്ര പേരുണ്ട്, കർത്താവിനെ നഷ്ടപ്പെട്ടിട്ട് എത്ര കാലമായി? ഇത് ചെയ്ത കർത്താവ് എന്നിൽ നിന്ന് പോകുമോ വേദനിക്കുന്നവർ എത്ര പേരുണ്ട്, ജീവിതം അതനുസരിച്ച് ക്രമപ്പെടുത്തുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? നമുക്ക് കർത്താവല്ല, നമുക്ക് വേറെ ഭക്ഷണമുണ്ട്. നമുക്ക് കർത്താവല്ല, നമുക്ക് വേറെ ആളുകളുണ്ട്. നമുക്ക് കർത്താവല്ല, നമുക്ക് വേറെ വിഷയമുണ്ട് സ്നേഹിക്കാൻ. എന്നാൽ മഗ്ദലന മറിയം, അവൾക്ക് വേറൊരു വിഷയവുമില്ല, അവർക്ക് വേറൊരാളുമില്ല, അവർക്ക് വേറൊരു സന്തോഷമില്ല. ഒറ്റ കാര്യം, എൻ്റെ കർത്താവിനെ എനിക്ക് നഷ്ടപ്പെട്ടു, എൻ്റെ കർത്താവിനെ കാണാനില്ല, എൻ്റെ കർത്താവ് എവിടെ? അപ്പോൾ യേശുവിന് മനസ്സിലായി, ഇവൾക്ക് ദൂതന്മാരെ അയച്ചുകൊണ്ട് ഇവൾ സന്തോഷിക്കില്ല, ഇവൾക്ക് അപ്പോസ്തലന്മാരെ കണ്ടതുകൊണ്ട് സന്തോഷമില്ല, ഇവൾക്ക് വേറെ ഒരു കാര്യവും, ഇവൾക്ക് യേശുവിനെ കണ്ടാൽ മാത്രമേ സന്തോഷം വരുള്ളൂ. യേശു ആ ഹൃദയത്തെ പരീക്ഷിച്ച് മനസ്സിലാക്കി. ഉടനെ യേശു വിളിച്ചു. അടുത്ത വാക്യം, മറിയം. യേശുവിൻ്റെ മനസ്സ് യേശുവിൻ്റെ ഹൃദയ സ്നേഹം ഒഴുകി. 20-ാം അധ്യായത്തിൽ തുടർന്നുള്ള വാക്യം, യേശു അവളെ വിളിച്ചു, മറിയം. ഉടനെ അവളുടെ സന്തോഷം അണപൊട്ടി ഒഴുകി. അവൾ തിരിഞ്ഞ് നോക്കി, യേശുവിനെ കണ്ടു, യേശുവിനെ തിരിച്ചറിഞ്ഞു, യേശുവിനെ കിട്ടി. ഉടനെ പറഞ്ഞു, റബ്ബോനി, യേശുവേ, എൻ്റെ ഗുരു എന്നർത്ഥം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനെ കൊണ്ട് അവൾ നിറഞ്ഞു. അവളുടെ ജീവിതത്തിൽ യേശുവിന് അവളുടെ ഹൃദയം വേർപെട്ട് പോയല്ല. യേശു കിട്ടിയ, യേശു നിറഞ്ഞ, യേശുവിനെ കണ്ട, യേശുവിൻ്റെ സ്വന്തം ആളായി അവൾ മാറി. ആദ്യം തന്നെ അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ അവളുടെ ഹൃദയം യേശുവിൽ പൂർണ്ണമായും അങ്ങനെ ലയിച്ചു. അവൾ പറഞ്ഞു, റബ്ബോനി, എൻ്റെ ഗുരു, ഗുരുവേ, ഗുരു. യേശു അവളെ മറിയം എന്ന് വിളിച്ചു. ഇതാണ് വിശുദ്ധ
ബനവഞ്ചർ പറയണത്. ബനവഞ്ചർ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഹോളി സ്പിരിറ്റ് കംസ് വേർ ഹി ഈസ് ലവ്ഡ്, വേർ ഹി ഈസ് എക്സ്പെക്റ്റഡ്, വേർ ഹി ഈസ് ഇൻവൈറ്റഡ്. പരിശുദ്ധാത്മാവിനെ ആരാണോ സ്നേഹിക്കുന്നത് അവിടേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. ആരാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവിടേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. ആരാണോ ഇൻവൈറ്റ് ചെയ്യുന്നത്, ക്ഷണിക്കുന്നത്, അവിടേക്ക് പരിശുദ്ധാത്മാവ് വരുന്നു. അത് പരിശുദ്ധ ത്രിത്വം തന്നെ അങ്ങനെയാണ്. പിതാവും അങ്ങനെയാണ്, പുത്രനും അങ്ങനെയാണ്. ഈശോയെ ആരാണോ സ്നേഹിക്കുന്നത് അത് ജനുവിനായി സ്നേഹിക്കും. ചപ്പടാച്ചി സ്നേഹം കണ്ടാൽ അറിയാം. നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട, ദൈവത്തെ കബളിപ്പിക്കാനാവുകയില്ല. എല്ലാ ചപ്പടാച്ചികൾക്കും കർത്താവിന് മനസ്സിലാവും, ജനുവിൻ സ്നേഹവും മനസ്സിലാവും. ആരാണോ കർത്താവിന് ജനുവിനായി സ്നേഹിക്കുന്നത് അവിടേക്ക് കർത്താവ് വരും. God comes where he is loved, where he is expected, where he is invited. കർത്താവ് വന്നു. നമ്മളെന്താ വെള്ളരിക്കാത്തോട്ടത്തിലെ പൊട്ടക്കളം പോലെയായി മാറാൻ കാരണം? നമുക്ക് ഈ ദാഹമില്ല, നമുക്ക് ഈ വിശപ്പില്ല, നമുക്ക് ഈ സ്നേഹമില്ല, നമുക്ക് ഈ ആഗ്രഹമില്ല. നമുക്ക് തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റി മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? നമുക്ക് കർത്താവ് ഉദ്ധാരം ചെയ്താലും നമ്മൾ കർത്താവ് എന്തായാലും നമുക്ക് ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ കാര്യം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യെശയ്യാ പ്രവചനത്തിൽ 26-ാം അധ്യായത്തിൽ 17-ാം തിരുലിഖിതം, കർത്താവേ, ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങൾ അങ്ങേക്ക് വേണ്ടി വേദനിച്ച് കരഞ്ഞു. കർത്താവേ, ഗർഭിണി പ്രസവ സമയം അടുക്കുമ്പോൾ വേദന കൊണ്ട് കരയുന്നത് പോലെ ഞങ്ങളുടെ കർത്താവിന് വേണ്ടി വേദനിച്ച് നമ്മുടെ കർത്താവിന് വേണ്ടി ഞങ്ങൾ കരഞ്ഞ് കാത്തിരുന്നു. അവിടെ കർത്താവ് വരും. അങ്ങനെയുള്ളവരെ കർത്താവ് എന്തു ചെയ്യുമെന്ന് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 53-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 53-ാമത്തിൽ ഇത് പറയാണ്, കരഞ്ഞ് കർത്താവിന് വേണ്ടി വിശന്ന് കാത്തിരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് അവിടുന്ന് സംതൃപ്തരാക്കി, സമ്പന്നരെ, വിശപ്പില്ലാത്തവരെ വെള്ളരിക്കാത്തോട്ടത്തിലെ പൊട്ടക്കലം പോലെ അവസാന ദിവസം വരെ സൂക്ഷിക്കും. വെറും കയ്യോടെ പറഞ്ഞയക്കാനും കർത്താവിനറിയാം. 2 പേർ ഒന്നിച്ചിരിക്കും. ഒരാൾ ദൈവാനുഭവമുള്ള ആളായിരിക്കും, ഒരാൾക്കൊന്നുമില്ലാത്ത പൊട്ടക്കലം പോലെ വെറും കയ്യോടെ ഈ ജീവിതകാലത്തിൽ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. ദാഹമുണ്ടോ? വിശപ്പുണ്ടോ? കരയുന്നുണ്ടോ? വേദനയുണ്ടോ? ഹൃദയത്തിൻ്റെ ട്രെൻഡ് എന്താണ്? എൻ്റെ മക്കളെ, ഒന്ന് ഹൃദയത്തിൽ ഒന്ന് പരിശോധിക്കണം, ഒന്ന് നെഞ്ചത്ത് കൈവച്ചൊന്ന് നോക്കണം, ഒന്ന് ആലോചിക്കണം. എങ്ങോട്ടാണ് ഈ പോക്ക്? ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നാം നമ്മെക്കുറിച്ച് തന്നെ വിലയിരുത്തണം, നമ്മളെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരികൾ, 42-ാം സങ്കീർത്തനത്തിൽ 1ഉം 2ഉം തിരുലിഖിതങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ പറയുകയാണ്, നീർച്ചാല് തേടുന്ന മാൻപേടയെ പോലെ, നീർത്തോട് തേടുന്ന മാൻപേടയെ പോലെ, ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയം അങ്ങേക്ക് വേണ്ടി വിശക്കുന്നു, അങ്ങേക്ക് വേണ്ടി ദാഹിക്കുന്നു, അങ്ങേക്ക് വേണ്ടി തേടുന്നു, അങ്ങേക്ക് വേണ്ടി കാത്തിരിക്കുന്നു. എൻ്റെ ഹൃദയം എൻ്റെ ദൈവത്തിനായി ദാഹിക്കുന്നു. ജീവിക്കുന്ന എൻ്റെ ദൈവത്തിന് വേണ്ടി തന്നെ. എപ്പോഴാണ് എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെത്തി അവിടത്തെ കാണാൻ എനിക്ക് കഴിയുക? എപ്പോഴാണ് എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി എൻ്റെ കർത്താവിനെ കാണാൻ കഴിയുക? വേദനയാണ്, വലിയ ആഗ്രഹമാണ്, വിശപ്പാണ്. ഇതല്ലാതെ വേറെ ഒരു സന്തോഷമില്ല. ഇതല്ലാതെ കിട്ടാതെ വേറൊരു കാര്യം കൊണ്ട് സംതൃപ്തമല്ല. 2 മാലാഖനെ അയച്ചാലും സംതൃപ്തമാകുകയല്ല. എൻ്റെ കർത്താവിനെ എപ്പോഴാണ് എനിക്ക് കാണാൻ കഴിയുക? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ വിശപ്പ് വേദനയില്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രശ്നം എന്താ? ഞാൻ ഇച്ചിരിയൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ കർത്താവിനെ കാണാനില്ല. പകല് കണ്ണുനീര് ഭക്ഷണമായി മാറുന്നു. കാണുന്നത് നീ ക്രിസ്ത്യാനിയല്ലേ, നീ വലിയ ആളല്ലേ, നീ ഇത്രയും കാലത്ത് എന്താ നിൻ്റെ ദൈവമാണ്, നിൻ്റെ കർത്താവിനെ കുറിച്ച് 2 വാക്ക് ചോദിച്ചാൽ നിനക്ക് പറയാം, ഒരു അക്ഷരമില്ല. നീ മിണ്ടാതെ നീ സ്റ്റിക്കർ ഒട്ടിച്ച വായുമായിട്ട് നിൽക്കുകയാണ്. എന്താ നിൻ്റെ കാര്യം? നീ എന്ത് വിശ്വാസിയാണ്? ലോകം ചെറിക്ക് തോണ്ടി സംസാരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുമ്പം 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, സർവ്വശക്തിയോടെ സ്നേഹിച്ച്, സർവ്വശക്തിയോടെ വിശന്ന്, സർവ്വശക്തിയോടെ എൻ്റെ കർത്താവിനെ സ്നേഹിച്ച കർത്താവ് വരും. 2, സർവ്വശക്തിയോടെ പാപത്തെ വെറുക്കണം, സർവ്വശക്തിയോടും കൂടി പാപത്തെ വെറുക്കണം. അത് സങ്കീർത്തനത്തിൽ 45-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം. നീ നീതിയെ സ്നേഹിക്കുക, നീ നീതിയെ, ദൈവത്തെ സർവ്വശക്തിയോടെ സ്നേഹിക്കുകയും പാപത്തെ സർവ്വശക്തിയോടെ വെറുക്കുകയും ചെയ്യുക. അപ്പോൾ നിൻ്റെ ദൈവം നിന്നെ മറ്റുള്ളവരിൽ നിന്ന് ഉയർത്തി ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യും. ആനന്ദത്തിൻ്റെ തൈലം കൊണ്ട് നിൻ്റെ കർത്താവ് നിൻ്റെ വീട്ടിലേക്ക് വരുമെന്നാണ് പറയണത്.
അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഓർക്കുന്നുണ്ട് കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഓരോരുത്തരുടെ ജീവിത രീതികൾ. ഒരു ദിവസം ഒരു ദൈവ പൈതൽ ധ്യാനം കൂടി ഭയങ്കര അനുഭവമായി. അന്നൊരു തീരുമാനം എടുത്തിട്ട് പറഞ്ഞു, കർത്താവേ ഇന്ന് തൊട്ട് ഇതുവരെ ഞാൻ മദ്യപാനിയായിരുന്നു, ഞാൻ മദ്യപാനം നിർത്തുന്നു. ഇന്ന് വരെ ഞാൻ ലോക വഴി പോയിട്ടുണ്ട്, ഞാൻ നിർത്തുന്നു. എനിക്ക് എൻ്റെ കർത്താവിനെ വേണം. തീരുമാനം എടുക്കുകയാണ്. ഒരു പുരുഷൻ തീരുമാനം എടുത്തത് തന്നെയാണ്. തീരുമാനം എടുത്തു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊച്ചിൻ്റെ മകൻ്റെ ആദ്യ കുർബാന സ്വീകരണം വന്നു. അപ്പോൾ അദ്ദേഹം അന്ന് അമേരിക്കയിൽ ആദ്യ കുർബാന സ്വീകരണം നടക്കുമ്പോൾ ഒത്തിരി പേര് വരും, വിളിക്കും. അവർക്കെല്ലാം നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഡ്രിങ്ക്സൊക്കെ മദ്യമൊക്കെ കൊടുക്കും. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ യേശുവിൻ്റെ ആളാണ്, ഞാൻ ദൈവ പൈതലാണ്, എൻ്റെ വീട്ടിൽ ഞാൻ മദ്യം കയറ്റില്ല, ഞാൻ മദ്യം കൊടുക്കില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ആദ്യ കുർബാന സ്വീകരണത്തിന് പാർട്ടി വെച്ചു. പാർട്ടിക്ക് എല്ലാവരും വന്നു. അവിടുത്തെ യൂഷ്വൽ കസ്റ്റമാണ് വരുന്നവർക്കെല്ലാം ഡ്രിങ്ക്സ്, ഇങ്ങനെ ഈ മദ്യം കൊടുക്കും. നല്ല വില കൂടിയ മദ്യമുണ്ട്, നല്ല ബ്രാൻഡ് മദ്യങ്ങളുണ്ട്, അതെല്ലാം കൊടുക്കും. അപ്പോൾ അതൊരു വലിയൊരു പാർട്ടി സെലിബ്രേഷനാണ്. അന്ന് അവർ വന്നവർക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുത്തു. അവിടെ വന്നവർക്ക് ചൂടുവെള്ളവും അതുപോലെ ചെറിയ ഡ്രിങ്ക്സും കൊടുത്തു. അവർക്ക് ഭയങ്കര കലിയായി, അവർക്ക് കോപമായി. അവർ പലരും ഭക്ഷണം കഴിക്കാതെ പോയി, പലരും ദുഷിച്ചു. ഇദ്ദേഹം വിഷണ്ണനായി. ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പലരും അദ്ദേഹത്തെ വെറുത്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ എങ്കിലും അദ്ദേഹം അവസാനം വരെ വൈകുന്നേരം വരെ പിടിച്ചു വന്നു. അദ്ദേഹം പറഞ്ഞു, ഇല്ല, എൻ്റെ ഈ ലോകത്തിലെല്ലാവരും എന്നെ വെറുത്താലും ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കും, ഞാൻ എൻ്റെ കർത്താവിനെ ഉപേക്ഷിക്കില്ല. എൻ്റെ കർത്താവിൻ്റെ വചനമില്ലെങ്കിൽ എൻ്റെ സർവ്വശക്തിയോടും കൂടെ എൻ്റെ കർത്താവിനെ ഞാൻ സ്നേഹിക്കും, എൻ്റെ സർവ്വശക്തിയോടും കൂടെ പാപത്തെ ഞാൻ വെറുക്കും. അത് തീരുമാനം എടുത്തിരിക്കുകയാണ്. ആ രാത്രി അങ്ങനെ കടന്നുപോയി. എല്ലാവരും കടന്നുറങ്ങി. നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ആ ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടിയുടെ ഇളയവൻ അടുത്ത കുട്ടിയുടെ ശരീരം മുഴുവൻ എക്സമയായിരുന്നു. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഒരു തരി എക്സമയില്ലാതെ കംപ്ലീറ്റ് ബോഡി സൗഖ്യം പ്രാപിച്ച് യാതൊരു കുഴപ്പമില്ല. അതൊരു പുതിയ തൊലി വന്ന കുട്ടിയെപ്പോലെ അവൻ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റു. എന്താ സംഭവിച്ചത്? ഉത്ഥാനം ചെയ്ത കർത്താവ് ആ വീട്ടിലേക്ക് ആ രാത്രി വന്നു. സർവ്വശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുകയും സർവ്വശക്തിയോടെ പാപത്തെ വെറുക്കുകയും ചെയ്തപ്പോൾ ഉത്ഥാനം ചെയ്ത കർത്താവിന് അനുഭവമുള്ള കുടുംബമായ ആ കുടുംബം മാറി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റിരുന്നേ. ദൈവത്തിന് വേണ്ടി സർവ്വശക്തിയോടെ ദാഹിക്കണം. 2 കാര്യങ്ങളാണ് ദൈവവചനം ഇന്ന് ആവശ്യപ്പെടുന്നത്. നീ വെള്ളരിക്കാത്തോട്ടത്തിലെ പൊട്ടപാത്രം പോലെ ആകാൻ കാരണം 1, നീ സർവ്വശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുന്നില്ല. 2, നീ സർവ്വശക്തിയോടെ പാപത്തെ വെറുക്കുന്നില്ല. കൈകൾ ഉയർത്തിപ്പിടിക്കുകയാണ്. ഓ എൻ്റെ യേശുവേ, ഉത്ഥാനം ചെയ്ത എൻ്റെ കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. കൈകൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുക. നിന്റെ ജീവിതം നീ ഇന്ന് കർത്താവിന് സമർപ്പിക്കുക. എൻ്റെ മകനെ, മകളെ, എത്രയോ വഴികളിലൂടെ നടന്നു, എത്രയോ നാൾ നിന്റെ ഇഷ്ടമനുസരിച്ച് നടന്നു. ഇന്ന് നിന്റെ ജീവിതത്തിൽ നീ നിന്റെ കർത്താവിന് വേണ്ടി അർപ്പിക്കുക. ഇന്ന് നീ ഒരു തീരുമാനമെടുക്കുക. എനിക്ക് എൻ്റെ കർത്താവിനെ മുഴുവൻ ഹൃദയത്തോടെ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനെ മുഴുവൻ ഹൃദയം ആരാധിക്കണം, എനിക്ക് എൻ്റെ കർത്താവിനെ വേണ്ടി പൂർണ്ണ ഹൃദയത്തോടെ പാപത്തെ വെറുക്കണം, എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ പാപത്തെ വെറുത്തുപേക്ഷിക്കണം. ഓ കർത്താവേ, ഇടപെടണമേ. ഉത്ഥാനം ചെയ്തവനെ കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, ഓ ജീസസ്, എന്റെ ഹൃദയം നൽകി ആരാധിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. യേശുവേ, ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈസ്റ്റർ ദിനത്തിൽ ഈ വൈകിയ വേളയിൽ നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ പോവുകയാണ്. പരിശുദ്ധ കുർബാന ഉയർത്തുന്ന സമയത്ത് സ്വർഗത്തിലെ 10,000ങ്ങളോട് ചേർന്ന് പരിശുദ്ധൻ 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 എന്ന് മഹത്വത്തിൻ്റെ കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. എല്ലാ ക്രോവൻ വൃന്ദന്മാരും ശ്രാപ്പൻ വൃന്ദങ്ങളോട് ചേർന്ന്, മാലാക വ്യൂഹങ്ങളോട്, സ്വർഗവാസികളോട് ചേർന്ന്, ഭൂമിയുള്ള സമസ്ത സൃഷ്ടികളോട് ചേർന്ന് മഹത്വത്തിൻ്റെ കർത്താവിനെ ആരാധിക്കുകയാണ്. ഓ യേശുവേ, ഓ യേശുവേ, കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിനെ ആരാധിക്കാതെ കുറവല്ല ഇപ്പോൾ പാടി ആരാധിച്ച് സമർപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ കർത്താവിനെ ആരാധിക്കാത്തവർക്ക് വേണ്ടി കൂടെ ആരാധിക്കുകയാണ്. ഓ കുഞ്ഞു മക്കളെ, രോഗികളെ, പലതരത്തിലുള്ള വേദനകളിലൂടെ കടന്നു
പോകുന്ന കുടുംബങ്ങളെ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കുക. സർവശക്തന്റെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിലേക്ക് വർദ്ധിക്കപ്പെടുന്നു. അവിടുത്തെ ശരീരത്തിൽ ശക്തി പുറപ്പെട്ട് അനേകം സൗഖ്യം പ്രാപിക്കുന്ന അത്ഭുത രാത്രി. അവിടുത്തെ ശരീരത്തിൽ ശക്തി പുറപ്പെട്ട് അനേകം കുടുംബങ്ങളുടെ പ്രശ്നത്തിന് കെട്ടുകൾ അഴിയുന്ന കുടുക്കുകളിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ഡെലിവറൻസ് ലഭിക്കുന്ന, അത്ഭുത വിടുതൽ സംഭവിക്കുന്ന അത്ഭുത മണിക്കൂർ. രണ്ട് കരങ്ങൾ ഉയർത്തി സർവ്വ സ്വർഗ്ഗവാസികളും ഉച്ചത്തിൽ ആരാധിക്കുന്നു. യേശുവേ, പരിശുദ്ധൻ 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 നീ, പരിശുദ്ധനേ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. പരിശുദ്ധനേ, പരിശുദ്ധൻ പരിശുദ്ധൻ നീ, സർവ്വഭൂമിയും നിൻ മഹത്വം. പരിശുദ്ധനേ, പരിശുദ്ധൻ 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 നീ, O King of Glory, ആരാധനയ്ക്കെന്നും യോഗ്യൻ. O King of Glory, Glory, God of Glory, സർവ്വഭൂമിയും Glory, Glory. പരിശുദ്ധൻ 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 നീ, മഹത്വത്തിന്റെ രാജാവേ, മഹത്വത്തിന്റെ കർത്താവേ, പരിശുദ്ധൻ നീ, ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ 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 നീ, ആരാധനയ്ക്കെന്നും യോഗ്യൻ. യേശുവേ, പരിശുദ്ധൻ പരിശുദ്ധൻ നീ, സർവ്വഭൂമിയും നിൻ മഹത്വം. സർവ്വഭൂമിയും നിൻ മഹത്വം. സർവ്വ